ആവോലി കഴിച്ചോ എല്ലാവരും? അടിപൊളി. ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഇതിപ്പോൾ നമ്മളിന്ന് ആവോലി മീൻ നമ്മൾ ലക്ഷ്മി ചേച്ചിയില്ലേ, ലക്ഷ്മി നായർ, അവരുടെ ഒരു റെസിപ്പി ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ആവോലി മീൻ മസാല. പിന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, ശരിയാവുമെന്നറിയില്ല, നോക്കാം നമുക്ക്. പിന്നെ ഒരു പാവയ്ക്ക തോരൻ വയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ആ ചിക്കുട്ടൻ പറഞ്ഞ സൈഡിൽ മൂടിയിടുന്ന കൊള്ളത്തില്ലെന്നേ, അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പൊന്നും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടല്ല, ഈ ഇങ്ങനെ ഇട്ടോളാം, അങ്ങനെ ഞാൻ ഇട്ടതാ മുടി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ഭാഗത്തുള്ള വൃത്തികേടൊന്ന് മാറി കിട്ടുമല്ലോ. ഇത് കണ്ടോ, ഇത് ഈ തഞ്ചാവൂർ മുറുക്കില്ലേ, അതാണ് കേട്ടോ. ഇങ്ങനെ കുട്ട പോലെ സാധനം വന്നിട്ട് നല്ല രസമുണ്ടല്ലേ കുട്ട, ഉണ്ടോ? ഈ ബോളില്ലേ, ഞാൻ വെച്ചു കളിയോടയ്ക്കാന്ന് പറയും നമ്മൾ പാടത്തൊക്കെ, അതുകൊണ്ട് സാധനം വെച്ചു. പക്ഷേ ഇല്ല, മധുരമുണ്ട്. ഇത് മുറുക്കുകയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൂ. അപ്പോൾ നമുക്കേ തുടങ്ങാം. തേങ്ങ എടുക്കാൻ പോയി ഞാനാണ്, മറന്നുപോയി. എന്തോന്നിരിക്കണം. പാവയ്ക്ക തോരത്തിന് വേണ്ടി ചതയ്ക്കുവാൻ വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം പാവയ്ക്കയിൽ മിക്സ് ചെയ്ത് നല്ലോണം ഇങ്ങനെ പുരട്ടി വെക്കണം. അപ്പോൾ മസാല നല്ല പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മീനിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൽ പുതിനയിലയും മല്ലിയിലയും കൊണ്ട് നല്ലതായിരുന്നു, അത് മാത്രമേ ഇല്ല. ബാക്കിയുള്ള എല്ലാം ലക്ഷ്മി ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്. അരച്ച ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് നോക്കൂ. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും പറഞ്ഞു മീനിൻ്റെ റെസിപ്പി ഇടണമെന്ന്, പക്ഷെ എനിക്കറിയണ്ടേ. കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിൽ ഒരു കുറവേ ഉള്ളൂ, മല്ലിയിലയില്ല. ഞാൻ വാങ്ങിയേക്കുന്നത് നമ്മളൊന്ന് കണ്ടല്ലോ, കറുത്ത ആവോലിയാണ്, ബ്ലാക്ക് കളറിലുള്ള, വൈറ്റ് അല്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തൊലി ഉരിച്ചിടണമെങ്കിൽ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഞാൻ തൊലിയൊന്നും ഉരിച്ച് വാങ്ങിയില്ല, അങ്ങനെ ഇങ്ങനെ വാങ്ങി. ഈ അരച്ച് വെച്ചേക്കുന്ന ഇത് ഒഴിക്കുക കേട്ടോ. ഇത് ഒന്നുകൂടെ പറയണോ? ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പുളി, പിന്നെ ഓർഗാനിക് വിനീഗർ, ഇത്രയും കൂടെ ഒഴിച്ചാണേ. ഇനി നമുക്കിതിനെ കുറച്ചെടുത്ത് ഇതിലോട്ട് പുരട്ടി വയ്ക്കാവേ. കുറച്ച് ബാക്കി ഇതിലുണ്ട് മസാല. ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലിപ്പോൾ ഞാൻ ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഉലുവ പൊട്ടി നമുക്ക് ഈ ടൊമാറ്റോ, സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കടുക്, ഉഴുന്ന്, ഇത് പാവയ്ക്ക തോരത്തിനാണേ. ഉഴുന്ന്, ഒരു മുളക്, 2 ഉണക്കമുളക്, പാവയ്ക്ക് പിന്നെ മസാലയൊക്കെ പെട്ടിയത് അതുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ തേങ്ങയും ജീരകവും ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ പുരട്ടി ഉപ്പും കൂടെ ഇട്ട് പുരട്ടി വയ്ക്കണം. നല്ല മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മതി. ഇനി നമുക്ക് ബാക്കി തന്ന മസാലയല്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വലിയതായിട്ട് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ഈ മസാല ഉണ്ടല്ലോ, നമുക്ക് മീനിനകത്ത് വെക്കാം.
ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ മീനും നമ്മൾ ആ മസാലയിലോട്ട് വച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം തിരിച്ചും മറിച്ചോട്ട് എടുക്കണം. നല്ല അടിപൊളിയായിരിക്കും. പിന്നെ വേവിക്കും. കുക്കറിലിട്ട് വേവിച്ച ശേഷം തേങ്ങയും ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ വേവിച്ച പൈനാപ്പിളും ഏത്തമ്പഴം ഉണ്ടല്ലോ, അതും കൂടെ അരയ്ക്കും. അത് ആ തേങ്ങയിൽ കൂടെ അരയ്ക്കും. ആ മസാല ആക്കിയിട്ട് ഈ കുമ്പളങ്ങ ഉപ്പിട്ട് വേവിച്ചതിൽ കൂടെ ഇട്ട് ഒഴിച്ചെടുത്താണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പറാണ്. ആവോലി ഫിഷ് മസാല. സൂപ്പർ. നമ്മളിങ്ങനെ എടുത്ത് തിരിച്ചിട്ട് ചോറ്, പാവയ്ക്ക, നല്ല മോര് കറി. നല്ല ആവോലി നല്ല ചൂടിങ്ങനെ ഇങ്ങനെ ഇരിക്കണണ്ട. ഇങ്ങനെ വെച്ച് കഴിക്കാമല്ലേ. ആദ്യം മോരും തോരനും കൂടെ ഇട്ട് കഴിക്കാം. പാവയ്ക്ക് ഇച്ചിരി കയ്പ്പുണ്ട്. കയ്പ്പ് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ് പാവയ്ക്ക. നമുക്ക് മീന് കഴിച്ചോ എല്ലാവരും? അടിപൊളി. സീരിയസ്ലി ഈ മസാലയും ചോറും മാത്രം മതി കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെന്താ, അപ്പോൾ വിയർത്തൊലിക്കുന്നുണ്ടോ? അപ്പോൾ ബായും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം പെട്ടെന്ന് തന്നെ. ഓക്കെ, ബൈ.